കൊല്ലത്തെ കശുവണ്ടി വ്യവസായി ബാബുവിനും അമ്മയ്ക്കുമെതിരെ ഇഡി സമൻസ് തുടർച്ചയായി അവഗണിച്ചു. 10 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല എന്നും ഇഡിയുടെ പരാതിയിൽ പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, തുടർച്ചയായി ഈ സമൻസുകളൊക്കെ അവഗണിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇഡിയുടെ നീക്കം ഇനി? രാഗിൻ, വിവരങ്ങൾ. രാഗിന് കേൾക്കാമോ? കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിനും അമ്മയ്ക്കും എതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയാണ് സമീപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി ഇഡി വ്യക്തമാക്കുന്നത് 10 തവണയിലധികം ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷെ തുടർച്ചയായി ഇത്തരത്തിൽ ഹാജരാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. അനീഷ് ബാബുവിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ സുപ്രീം കോടതി ഉൾപ്പെടെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണവുമായി സഹകരിച്ചില്ല. അങ്ങനെ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നത് PMLA ആക്ട് പ്രകാരം തന്നെ അത് വലിയ ഒഫൻസ് ആണ്. അതുകൊണ്ട് ആ ഒഫൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അനീഷ് ബാബുവിന് അതോടൊപ്പം തന്നെ അനീഷ് ബാബുവിന്റെ അമ്മയ്ക്കും എതിരെ കോടതിയെ ഇഡി സമീപിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കോടതി നോട്ടീസ് ആയിട്ടുണ്ട് ഈ പ്രതികൾക്ക്. അതോടൊപ്പം ഇഡി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ട് ഹാജരാകാതിരിക്കുന്നവർക്കെതിരെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് കേരളത്തിൽ ആദ്യ നടപടിയെന്നാണ്. അഡ്വക്കേറ്റ് സന്തോഷ് മുഖേനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ അനീഷ് ബാബു ഒരു പരാതി വിജിലൻസിന് കൊടുത്തിരുന്നു. അതായത് ഈ കേസ് ഒതുക്കാൻ വേണ്ടി ഇഡി ഉദ്യോഗസ്ഥരടക്കം കൈക്കൂലി വാങ്ങുന്നുവെന്ന്. അതിൽ 3 ഇടനിലക്കാർ അന്ന് അറസ്റ്റിലാവുകയും അതിൽ ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് വന്ന ഇഡി ഉദ്യോഗസ്ഥനെ പിന്നീട് ഇഡി ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. ആ കേസിലെ പരാതിക്കാരൻ കൂടിയാണ് അനീഷ് ബാബു. എന്തായാലും അനീഷ് ബാബുവിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട കേസുകളുണ്ട്. അന്ന് ഇഡിയും കേസെടുത്തിരുന്നു, പോലീസും അന്ന് അവിടെ കേസെടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി നടപടികൾ ഇപ്പോൾ ശക്തമാക്കുന്നത്. അതിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നോട്ടീസ് നൽകിയിട്ട് തുടർച്ചയായി അവഗണിക്കുന്നു എന്നതാണ് ഇഡിയുടെ പരാതി. അത് ഒരു വലിയ ഒഫൻസ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.